ഗൈസ്, ഫെസ്റ്റീവ് സീസൺ വന്നിരിക്കുകയാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഏറ്റവും നല്ല സ്മാർട്ട് ഫോൺ ഡീൽസ് ആണ് നോക്കാൻ പോകുന്നത്. ബട്ട് സ്മാർട്ട് ഫോൺ ഡീൽസ് മാത്രമല്ല, ഞാൻ ചില സ്മാർട്ട് വാച്ചുകളുടെ ഡീലുകളും ബഡ്സും ടാബ്ലറ്റ്സും ലാപ്ടോപ്സും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് വിശദമായിട്ട് നോക്കാം. ഓൾമോസ്റ്റ് നമ്മൾ എല്ലാ പ്രൈസ് പോയിന്റും ഈ ഒരു വീഡിയോ കവർ ചെയ്യുന്നുണ്ട്. യെസ്, ബഡ്ജറ്റ് എൻട്രി ലെവൽ ഫോണുകളിൽ നിന്നും പ്രീമിയം ഫ്ലാഗ്ഷിപ്പ് ഫോണുകൾ വരെയുള്ള എല്ലാ ഓഫേഴ്സും. ആൻഡ് ഇത്തവണ സെയിലിന് ഏറ്റവും നല്ല ഓഫർ വന്നിരിക്കുന്ന ഒരു ബ്രാൻഡാണ് സാംസങ്. M16 ആക്ച്വലി ആമസോണിൽ നോക്കുകയാണെങ്കിൽ നമ്പർ 1 സെല്ലിംഗ് സ്മാർട്ട് ഫോണാണ്. ഏറ്റവും നല്ല 50 മെഗാ പിക്സലിൻ്റെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ഉണ്ട്. സെഗ്മെൻറ്റിലെ വൺ ഓഫ് ദ ബെസ്റ്റ് സൂപ്പർ ആമോലെഡ് ഡിസ്പ്ലേ, അതും ഫുൾ HD+ റെസൊല്യൂഷൻ. ആൻഡ് നിങ്ങൾക്ക് 15,000 രൂപയുടെ താഴെ സാംസങ് വാലറ്റ് വിത്ത് ടാപ്പ് ആൻഡ് പേ കിട്ടുന്നുണ്ട്. ഇനി F സീരീസിൽ 2 മോഡൽക്കാണ് ഓഫർ ഉള്ളത്, F06 5G, F36 5G. M സീരീസ് ആമസോണിലെ പോലെ F സീരീസിൽ F06 ഫ്ലിപ്കാർട്ടിലെ നമ്പർ 1 സെല്ലിംഗ് 5G സ്മാർട്ട് ഫോണാണ്. ഒരു എൻട്രി പ്രൈസ് പോയിന്റിൽ നിങ്ങൾക്ക് ഹയസ്റ്റ് നമ്പർ ഓഫ് 5G ബാൻഡ്സ് കിട്ടുന്ന സ്ലീക്ക് ആയിട്ടുള്ള റിപ്പിൾ ഗ്ലോ ഡിസൈനൊക്കെയുള്ള 50 മെഗാ പിക്സൽ ക്യാമറയുള്ള ഒരു ഫോണാണ് ഇത്. ഇനി F36 5G നോക്കുവാണെങ്കിലും യെസ്, നല്ല നൈറ്റ് പോർട്രേറ്റ്സ് എടുക്കാൻ പറ്റും വിത്ത് ഡെപ്ത് മാപ്പിൻ്റെ ഒക്കെ ഡെഡിക്കേറ്റഡ് വീഡിയോ നമ്മൾ ചെയ്തതാണ്. 4K വീഡിയോ റെക്കോർഡിംഗ് കിട്ടുന്നുണ്ട്, എഡിറ്റിംഗ് ടൂൾസ് കിട്ടുന്നുണ്ട്, സർക്കിൾ ടു സെർച്ച്, ജെമിനി, സെലക്ട് ഉൾപ്പെടെ സ്ലീക്ക് ആയിട്ടുള്ള ലെതർ ഫിനിഷിൽ വരുന്ന ഒരു ഫോണാണ് ഇത്. അപ്പോൾ ഈ കൊടുത്തിരിക്കുന്ന ഫോണുകൾക്കെല്ലാം ഈ കാണുന്ന ഓഫേഴ്സ് ആണ് നമ്മൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൽ പല ഫോണുകളുടെയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഓൾറെഡി നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊക്കെ കണ്ടിട്ട് ഡിസിഷൻ എടുക്കാം. ഇനി A സീരീസിൽ 2 ഫോണുകൾക്കാണ് ഓഫർ ഉള്ളത്. സാംസങ്ങിന്റെ ഗാലക്സി A35 5G ആൻഡ് A55 5G. 25 to 35 പ്രൈസ് റേഞ്ചിൽ വൺ ഓഫ് ദ ബെസ്റ്റ് സെല്ലിംഗ് ഫോണുകളാണ് സാംസങ് ഗാലക്സി A35 5G. കാരണം അതിനകത്ത് ഇഷ്ടം പോലെ ഫീച്ചേഴ്സ് ഉണ്ട്. ലൈക്ക് സർക്കിൾ ടു സെർച്ച് മാത്രമല്ല, ഒരു സൂപ്പർ ആമോലെഡ് ഡിസ്പ്ലേ വിത്ത് വിഷൻ ബൂസ്റ്റർ അവൈലബിൾ ആണ്. നല്ല ബാറ്ററി ബാക്കപ്പ് കിട്ടുന്ന ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ഉണ്ട്, സൂപ്പർ HDR, നൈറ്റോഗ്രഫി എന്നിങ്ങനെ ഒട്ടനവധി ഫീച്ചേഴ്സ് A35 5G ലഭിക്കുന്നുണ്ട്. ഇനി A55 നോക്കുവാണെങ്കിലോ ഒരു 35 to 50K പ്രൈസ് റേഞ്ചിൽ ഉള്ളത് ബെസ്റ്റ് സെല്ലിംഗ് ഫോൺസ് ആണ്. കാരണം അതിന്റെ പ്രീമിയം ഡിസൈൻ തന്നെയാണ്, അത്ര നല്ല മെറ്റീരിയൽസ് വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ആൻഡ് ഡ്യൂറബിലിറ്റി കോണിംഗ് ഗൊറില്ല ഗ്ലാസ് വിക്ടസ് പ്ലസ് ആണ് ഇതിനകത്ത് വന്നിരിക്കുന്ന IP67 റേറ്റിംഗോടെ ഒക്കെ കൂടിയിട്ട് ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഫോണുകൾ എടുക്കാൻ പറ്റുന്ന പോലെയുള്ള ഫോട്ടോഗ്രാഫിയാണ്. ബ്രൈറ്റ് ആൻഡ് വിവിഡ് ആയിട്ടുള്ള ഫോട്ടോസ് നമുക്ക് വരുന്നുണ്ട്. വലിയ പിക്സൽ സെൻസർ ആണ്. നൈറ്റോഗ്രഫി പ്ലസ് സെൽഫി ക്യാമറ 32 മെഗാ പിക്സലിന്റെ കിട്ടുന്നുണ്ട്. സൂപ്പർ HDR, ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഉണ്ട്. സോ ഷേക്ക് ഇല്ലാത്ത നിങ്ങൾക്ക് 4K വീഡിയോസ് എടുക്കാനായിട്ട് പറ്റുന്നുണ്ട്. പക്ഷേ എല്ലാവരും കാത്തിരുന്ന ബിഗ്ഗസ്റ്റ് ഡീല് എന്ന് പറയുന്നത് സാംസങ് അവരുടെ S സീരീസ് ഫോണുകളാണ് കൊണ്ടുവന്നിരിക്കുന്നത്. 3 ഫോണുകൾക്കാണ് ഓഫർ ഉള്ളത്. യെസ്, S24 സീരീസിനാണ്. ഒരു ചെറിയ സർപ്രൈസ് ഉണ്ട്. ഇന്ന് നിങ്ങൾക്ക് മേടിക്കാൻ പറ്റുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് വാല്യൂ ഫോർ മണി ഫ്ലാഗ്ഷിപ്പ് സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് സാംസങ് ഗാലക്സി S24 അൾട്രയാണ്. ആൻഡ് ഒബ്വിയസ്ലി പ്രീമിയം ഫോൺ സെഗ്മെന്റിൽ ഏറ്റവും കൂടുതൽ സെല്ലായി പോകുന്ന ഒരു ഫോൺ തന്നെയാണ്. ക്യാമറയുടെ കാര്യത്തിൽ 200 മെഗാ പിക്സൽ ഒന്നും പറയാനില്ല. പ്രോ വിഷ്വൽ എഞ്ചിൻ, നൈറ്റോഗ്രഫി, ഇഷ്ടം പോലെ ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ട്. ആൻഡ് പവർഫുൾ ആയിട്ടുള്ള ചിപ്സെറ്റാണ്. സ്നാപ്ഡ്രാഗൺ 8 Gen 3 കൂടിയാണ് വരുന്നത്. റേ ട്രേസിംഗ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന വലിയ വേപ്പർ ചേമ്പർ കൂളിംഗ് ഒക്കെ ഉണ്ട്. ഇഷ്ടം പോലെ ഗാലക്സി AI ഫീച്ചേഴ്സ്, ഗൂഗിൾ ജെമിനി ഫീച്ചേഴ്സ്, നൗ ബാർ, ജെമിനി ലൈവ്, ഓഡിയോ റൈസർ, സ്കെച്ച് ടു ഇമേജ്, അങ്ങനെ ഒട്ടനവധി സാധനങ്ങളും ഉണ്ട്. പ്ലസ് ടൈറ്റേനിയം ഫ്രെയിമിലാണ് വരുന്നത്. കോണിംഗ് ഗൊറില്ല ആർമർ പ്രൊട്ടക്ഷൻ, IP68 ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻസ് റേറ്റിംഗ് ഒക്കെ ഉള്ള. പക്ഷേ എന്നെ ഞെട്ടിപ്പിച്ച കാര്യം ഇതല്ല. സാംസങ്ങിന്റെ S24 ഓർമ്മയുണ്ടോ? ഇറങ്ങിയ സമയത്ത് Exynos ചിപ്സെറ്റിലാണ് ഇത് വന്നത്. പക്ഷേ ഇപ്പോൾ ഈ ഒരു സെയിലിൽ വന്നിരിക്കുന്ന ഡിവൈസ് സ്നാപ്ഡ്രാഗൺ 8 Gen 3 ചിപ്സെറ്റോട് കൂടിയിട്ടാണ്. സോ കോമ്പാക്ട് ഫോണുകളിൽ തന്നെ ഏറ്റവും കൂടുതൽ വിറ്റ് പോകുന്നതാണ് S24 എന്ന് പറഞ്ഞ ഫോൺ. പക്ഷേ അഗൈൻ ഇഷ്ടം പോലെ ഗാലക്സി AI ഫീച്ചേഴ്സ്, ജെമിനി ഫീച്ചേഴ്സ്, ജനറേറ്റീവ് എഡിറ്റ്, എന്തിന് ഫ്ലാഗ്ഷിപ്പ് ക്യാമറ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഒരു കോമ്പാക്ട് ഫോണിൽ വേണോ? S24 ഇസ് ദ ഗോ ടു ഓപ്ഷൻ. ആൻഡ് 8 Gen 3 ചിപ്സെറ്റ് ഉള്ള ഈ S24 നിങ്ങൾക്ക് ജസ്റ്റ് 40,000 റുപ്പീസിന് താഴെയാണ് കിട്ടുന്നതെന്ന് പറയുമ്പോണ്ടല്ലോ, അത് ആ ഒരു പ്രൈസിന് റിയലി വർത്താണ്. 999 റുപ്പീസിന്റെ പാസ് മേടിക്കാൻ മറക്കണ്ട. എന്നാലേ നിങ്ങൾക്ക് 2Kയുടെ എക്സ്ട്രാ ഓഫർ കിട്ടുള്ളൂ. ഈവൻ FE എഡിഷൻ നോക്കുവാണെങ്കിൽ സാംസങ് ഗാലക്സി S24 FE ഫാൻസിന് ഒബ്വിയസ്ലി നല്ലൊരു ഡീൽ തന്നെയാണ്. എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ബെസ്റ്റ് സെല്ലിംഗ് ഫോണുകളിൽ ഡെഫിനറ്റ്ലി ഈ ഫോണും പെടുന്നുണ്ട്. കാരണം അടിപൊളിയായിട്ടുള്ള മറ്റേ ഡൈനാമിക് ആമോലെഡ് 2X ഡിസ്പ്ലേ 6.7 ഇഞ്ചിന്റെ ഫ്ലാഗ്ഷിപ്പ് ലെവലുള്ളത്, പ്ലസ് പവർഫുൾ ആയിട്ടുള്ള പെർഫോമൻസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. AI എൻഹാൻസ്ഡ് ആയിട്ടുള്ള ഫോട്ടോഗ്രാഫി 50 മെഗാ പിക്സലിന്റെ ആണ്. ആൻഡ് ഗൂഗിൾ ജെമിനി, ഗാലക്സി ഫീച്ചേഴ്സ്, ജെമിനി ലൈവ്, നൗ ബാർ, ഓഡിയോ റൈസർ, ചാറ്റ് അസിസ്റ്റ്, ഒട്ടനവധി ഫീച്ചേഴ്സ് നിങ്ങൾക്ക് S24 FEയിലും ലഭിക്കുന്നുണ്ട്. ഇതിനും നിങ്ങൾക്ക് നല്ല ഓഫേഴ്സ് ഉണ്ട്. ഇനി ടാബ്ലറ്റ്സ് മേടിക്കാനുള്ള പ്ലാൻ ഉണ്ടെങ്കിൽ സാംസങ്ങിന്റെ ഓൾമോസ്റ്റ് എൻ്റയർ ബഡ്ജറ്റ് റേഞ്ചുകളിലെ പല ടാബ്ലറ്റുകൾക്ക് ഓഫർ ഉണ്ട്. ഫോർ എക്സാമ്പിൾ സാംസങ്ങിന്റെ A9 Plus 11 ഇഞ്ചിന്റെ ഡിസ്പ്ലേ ഉള്ള സ്നാപ്ഡ്രാഗൺ 695 ചിപ്സെറ്റ്, ഡോൾബി അറ്റ്മോസിന്റെ സൗണ്ടും എക്സ്പാൻഡബിൾ സ്റ്റോറേജ് ഒക്കെ ഉള്ള ഈ ഒരു സാധനം, ഇതിന് നിങ്ങൾക്ക് നല്ലൊരു ഓഫർ ലഭിക്കുന്നുണ്ട്. S9 സീരീസിൽ S Pen നിങ്ങൾക്ക് ബോക്സിൽ കിട്ടുന്നുണ്ട്. പ്ലസ് വിഷൻ ബൂസ്റ്റർ, ലോ ലൈറ്റ് ഡിസ്പ്ലേ,
IP68 റേറ്റിംഗ്, then 12.4 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ആണ്, ഡ്യുവൽ ക്യാമറയും ബാറ്ററിയും ഒക്കെ ഉണ്ട്. അതിന് നിങ്ങൾക്ക് നല്ല ഓഫർ കിട്ടുന്നുണ്ട്. S9 FE Plus 11 ഇഞ്ചിൻ്റെയും 12.4 ഇഞ്ചിൻ്റെയും 14.6 ഇഞ്ചിൻ്റെയും ഡിസ്പ്ലേ ഓപ്ഷൻസിൽ 120 Hz റിഫ്രഷ് റേറ്റിൽ വരുന്നുണ്ട്. സ്നാപ്ഡ്രാഗണിൻ്റെ 8th ജനറേഷൻ ചിപ്സെറ്റും സർക്കിൾ ടു സെർച്ചും തിൻ ആൻഡ് പോർട്ടബിൾ ആയിട്ടുള്ള ലാപ്ടോപ്സിനും നിങ്ങൾക്ക് ഓഫേഴ്സ് വരുന്നുണ്ട്. S10 FE Plus FE എഡീഷൻ ആണ്. സ്റ്റുഡൻസിന് വേണ്ടി മെയിൻലി ഫോക്കസ് ചെയ്തിരിക്കുന്ന ഗാലക്സി എയും മാത്ത് സോൾവ് ചെയ്യാനായിട്ട് പറ്റും. നോട്ട് അസിസ്റ്റ്, സ്കെച്ച് ടു ഇമേജ്, ഇതിനും S Pen ബോക്സിലുണ്ട്. സെക്കൻഡ് സ്ക്രീൻ ആയിട്ട് യൂസ് ഒക്കെ ചെയ്യാൻ പറ്റുന്നതിനും ഓഫർ വരുന്നുണ്ട്. S10 Plus ക്രിയേറ്റേഴ്സ്, ലേണേഴ്സ്, പ്രോ യൂസേഴ്സിനൊക്കെ ഫോക്കസ് ചെയ്തിരിക്കുന്ന ഗാലക്സി എ ഉൾപ്പെടുന്ന ഒരു ടാബാണ്. ലൂമ ഫ്യൂഷൻ, ക്ലിപ്പ്, സ്റ്റുഡിയോ പെയിന്റ്, നോട്ട് ഷെൽഫ് 3 എന്നിങ്ങനെ മാത്ത് സോൾവ്, നോട്ട് അസിസ്റ്റ്, സ്കെച്ച് ടു ഇമേജ് എല്ലാം ഉള്ള ഡൈനാമിക് ആമുള്ള 2x ഡിസ്പ്ലേ വരുന്ന S Pen ബോക്സിലുള്ള സെക്കൻഡ് സ്ക്രീൻ കണക്ടിവിറ്റി ഉള്ള ഒരു ഡിവൈസ് ആണ്. ഇതിനും നിങ്ങൾക്ക് ഓഫർ ലഭിക്കുന്നുണ്ട്. പ്രോ ഗ്രേഡ് ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടി ഗാലക്സി എ മാത്രമല്ല സെക്കൻഡ് സ്ക്രീൻ ആയിട്ടും S Penനും AI കീബോർഡും സാംസങ്ങിന് ഏറ്റവും വലിയ ഡിസ്പ്ലേ എസ്പെഷ്യലി പ്രൊഫഷണൽസ് ആൻഡ് ക്രിയേറ്റേഴ്സിന് വേണ്ടിയുള്ള S10 അൾട്രാ ടാബ്ലറ്റുകൾക്ക് വരെ നല്ല ഓഫേഴ്സാണ്. ഇനി ലാപ്ടോപ്സിൻ്റെ കാര്യത്തിൽ സാംസങ്ങിന് ഒരു ഗാലക്സി ബുക്ക് ലൈനപ്പ് ഉണ്ട്. അതിൽ ഗാലക്സി ബുക്ക് 4 ഓഫർ ഉണ്ട്. ഗാലക്സി ബുക്ക് 4 എഡ്ജ്, ഗാലക്സി ബുക്ക് 4 നിങ്ങൾക്ക് ഇന്റൽ i3, i5, i7 പ്രോസസ്സറിൽ കിട്ടുന്നുണ്ട്. തിൻ ആൻഡ് ലൈറ്റ് ആയിട്ടുള്ള മൾട്ടിപ്പിൾ പോർട്സ് ഒക്കെ ഉള്ള ഒരു ഗാലക്സി കണക്റ്റഡ് ഇക്കോ സിസ്റ്റം വേണ്ടവർക്കുള്ള ഒരു നോട്ട്ബുക്കാണ്. ഈവൻ ബുക്ക് 4 എഡ്ജ് നോക്കുവാണെങ്കിൽ ഓൺ ഡിവൈസ് ആയിട്ട് ഇഷ്ടം പോലെ കേപ്പബിലിറ്റീസ് വിത്ത് കോ പൈലറ്റ് ഉണ്ട്. ക്വാൽകോമിൻ്റെ സ്നാപ്ഡ്രാഗൺ X8 പ്രോസസറിലാണ് വരുന്നത്. ആൻറ്റി ക്ലിയർ ഡിസ്പ്ലേ, 25-27 മണിക്കൂർ വരെയുള്ള ബാറ്ററി ബാക്കപ്പ് കിട്ടുന്ന ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു ലാപ്ടോപ്പാണ്. ഗാലക്സി ബുക്ക് 5 സീരീസിൽ ബുക്ക് 5 അത് AI പവർഡ് ആയിട്ടുള്ള ലാപ്ടോപ്പാണ്. ഇന്റലിൻ്റെ കോർ അൾട്രാ പ്രോസസർ വെച്ച് വരുന്നത്. അതിനകത്ത് നിങ്ങൾക്ക് മൾട്ടി ടാസ്കിങ്, നല്ല പെർഫോമൻസ് ഒക്കെ കിട്ടുന്നുണ്ട്. ഗ്രാഫിക്സും മുന്നത്തേക്കാളും ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട്. 12 ടോപ്സിൻ്റെ NPU ഒക്കെ വരുന്നുണ്ട്. 20 മണിക്കൂറോളം ബാറ്ററി ബാക്കപ്പും കിട്ടുന്നുണ്ട്. ഇനി ബുക്ക് 5 പ്രോ നോക്കുവാണെങ്കിൽ അതിനകത്ത് അൾട്രാ 7, അൾട്രാ 5 പ്രോസസറിൽ വരുന്ന ഡൈനാമിക് ആമുള്ള 2x ടച്ച് സ്ക്രീനുള്ള 14 ഇഞ്ച് 16 ഇഞ്ച് വേരിയന്റ് വരുന്നുണ്ട്. അപ്ഗ്രേഡഡ് ആയിട്ടുള്ള ഗ്രാഫിക്സും ഉണ്ട്. അഡ്വാൻസ് ആയിട്ടുള്ള NPU 47 ടോപ്സിൻ്റെ ആണ്. 21 മണിക്കൂറോളം ബാറ്ററി ബാക്കപ്പ് നിൽക്കും. ഇനി ഗാലക്സി ബുക്ക് 5 360 ആണെങ്കിൽ നിങ്ങൾക്ക് ലേറ്റസ്റ്റ് അൾട്രാ 5, അൾട്രാ 7 പ്രോസസറിൽ സൂപ്പർ AMOLED ഡിസ്പ്ലേ ആണ്. 15.6 ഇഞ്ചിൻ്റെ ഓൾ ഡേ ബാറ്ററി ബാക്കപ്പ് ലാസ്റ്റ് ചെയ്യുന്ന ഇത് 31 hours ആണ് അവർ പറയുന്നത്. S Penന്റെ ഒരു അഡ്വാൻറ്റേജ് നിൽക്കുന്നുണ്ട്. ഇനി ബുക്ക് 5 Pro 360 ആണെങ്കിൽ അതും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇന്റൽ കോർ അൾട്രാ 5, അൾട്രാ 7 പ്രോസസർ, ഡൈനാമിക് AMOLED 2x ഡിസ്പ്ലേ, 16 ഇഞ്ചിൻ്റെ സ്ക്രീനാണ് നിങ്ങൾക്ക് വരുന്നത്. ആൻഡ് ട്രാൻസ്ഫോർമേറ്റീവ് AI ഇതിനകത്തുണ്ട്. ഇന്റലിൻ്റെ കോർ അൾട്രാ പ്രോസസ് ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഗ്രാഫിക്സ് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. അഡ്വാൻസ് ആയിട്ടുള്ള 47 ടോപ്സിൻ്റെ NPU ഉണ്ട്. നിങ്ങൾക്ക് ഹെവി ലോഡ്സ് ചെയ്യാൻ പറ്റും. 3D ആയിട്ടുള്ള മോഡൽസ് റെൻഡർ ചെയ്യാനായിട്ട് പറ്റും. AI ഇൻറ്റൻസീവ് ടാസ്കുകളൊക്കെ റൺ ചെയ്യാനായിട്ട് പറ്റും. 25 മണിക്കൂറിന് റൺ ടൈമും ഉണ്ട്. നിങ്ങൾക്ക് അതിനകത്ത് S Penന്റെ സപ്പോർട്ടും ലഭിക്കുന്നുണ്ട്. സോ ഈ കാണുന്ന ഓഫേഴ്സ് എല്ലാമാണ് നിങ്ങൾക്ക് ലാപ്ടോപ്പ് സെക്ഷനിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി ഞാൻ കുറച്ചധികം കാലമായിട്ട് പല വീഡിയോസിലും കെട്ടിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു വാച്ച്, ഇത് സാംസങ് ഗാലക്സി വാച്ച് 8 ക്ലാസിക് ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു വാച്ചാണ് വാച്ച് 8 ക്ലാസിക്. വിശദമായിട്ടുള്ള വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്. ഈവൻ ഇതിനും വാച്ച് 8നും നിങ്ങൾക്ക് ഓഫേഴ്സ് ഉണ്ട്. വാച്ച് 8 ക്ലാസിക് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് റൊട്ടേറ്റിംഗ് ബെസൽ വരുന്ന സൂപ്പർ AMOLED ഡിസ്പ്ലേ ഉള്ള 3000 ഇഞ്ചിൻ്റെ ബ്രൈറ്റ്നസ്, പുതിയ ഗാലക്സി വാച്ച് 8ന്റെ 3 നാനോമീറ്റർ പ്ലാറ്റ്ഫോമിലാണ് വരുന്നത്. ഡ്യുവൽ GPS-ഉം ഹെൽത്ത് ട്രാക്കിംഗ്, ECGയും ബ്ലഡ് പ്രഷറും ഇറഗുലർ ഹാർട്ട് റിതം, ഇഷ്ടം പോലെ ഗാലക്സി AI പവർഡ് ആയിട്ടുള്ള ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസ് പരിപാടികളുണ്ട്. എനർജി സ്കോർ, ബൂസ്റ്റർ കാർഡ്, AGES ഇൻഡെക്സ് എന്നതിന് വാച്ചിനകത്ത് നിങ്ങൾക്ക് ഗൂഗിൾ ജെമിനി വരെ കിട്ടുന്നുണ്ട്. വാച്ച് 8ലും ഇത് തന്നെയാണ്. റൊട്ടേറ്റിംഗ് ബെസൽ ഒഴികെ ബാക്കിയുള്ള എല്ലാ ഫീച്ചേഴ്സും തന്നെ നിങ്ങൾക്ക് അതിലും അവൈലബിൾ ആയിട്ടുണ്ട്. ഈ വാച്ചുകൾക്ക് നിങ്ങൾക്ക് ഈ കാണുന്ന ഓഫേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. നമ്മൾ ഇതിന് മുന്നേ സ്ഥിരമായിട്ട് ഡെയിലി 1 വർഷത്തോളം യൂസ് ചെയ്ത ഡീറ്റെയിൽ റിവ്യൂ കിട്ടിയിട്ടുള്ള സാംസങ് ഗാലക്സി വാച്ച് 7. വാച്ച് 7ന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ കിട്ടുന്ന ഈ പ്രൈസിനുണ്ടല്ലോ വൺ ഓഫ് ദ ബെസ്റ്റ് വാല്യൂ ഫോർ മണി വാച്ച് ആയിരിക്കും. കാരണം ഡിസ്പ്ലേ നോക്കുകയാണെങ്കിൽ AMOLED ആണ്, 2000 ഇഞ്ചിൻ്റെ ബ്രൈറ്റ്നസ് ഉണ്ട്, 3 നാനോമീറ്ററിൻ്റെ പ്രോസറാണ്, ഡ്യുവൽ GPS ഉണ്ട്, ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസ് ട്രാക്കിംഗ്, ബയോ ആക്റ്റീവ് സെൻസർ വരുന്നുണ്ട്. ഗാലക്സി AI പവർഡ് ആയിട്ടുള്ള ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസ്, മറ്റേ എനർജി സ്കോറും ബൂസ്റ്റർ കാർഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഈവൻ ക്വിക്ക് ആയിട്ടുള്ള ജസ്റ്റേഴ്സ് വെച്ച് നിങ്ങൾക്ക് കോൾ എടുക്കാനും ക്വിക്ക് റിപ്ലേസ് ഒക്കെ ചെയ്യാൻ ഡബിൾ പിഞ്ച് ഫീച്ചർ എന്നിങ്ങനെ ഒട്ടനവധി പരിപാടികൾ വാച്ച് 7ലും ഉണ്ട്. നല്ല ബാറ്ററി ബാക്കപ്പും ഉണ്ട്. അതിൻ്റെയും വിശദമായിട്ടുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതിനും ഓഫർ വന്നിട്ടുണ്ട്. വാച്ച് 7 ക്ലാസിക് ഉണ്ടായില്ല, വാച്ച് 6 ക്ലാസിക് ഉണ്ടായി. അതിനും നിങ്ങൾക്ക് ഓഫേഴ്സ് വരുന്നുണ്ട്. അതിലും നിങ്ങൾക്ക് BP, ECG ഒക്കെ മോണിറ്റർ ചെയ്യാൻ പറ്റും. കോൺടാക്ട്ലെസ് പേയ്മെന്റ് അഥവാ NFC പേയ്മെന്റ് ഉണ്ട്. അഡ്വാൻസ് സ്ലീപ്പ് കോച്ചിങ്, പേഴ്സണലൈസ്ഡ് HR സോൺസും ഇതെല്ലാം ഉള്ള വാച്ച് 6 ക്ലാസിക്കിനും നിങ്ങൾക്ക് ഓഫർ പ്രൈസിൽ ലഭിക്കുന്നുണ്ട്. ഇനി ഇയർബഡ്സിന്റെ കാര്യം വരുവാണെങ്കിൽ 2 ഇയർബഡ്സിനാണ് ഓഫർ ഉള്ളത്. അത് 2 ടൈപ്പ് പ്രൈസ് കാറ്റഗറിയിലാണ്. ഒന്നാമത്തേത് അവരുടെ പ്രീമിയം ഫ്ലാഗ്ഷിപ്പ് ലെവലായിട്ടുള്ള സാംസങ് ഗാലക്സി ബഡ്സ് 3 Pro.
ബഡ്സ് 3 പ്രോയ്ക്ക് ഓഫർ ഉണ്ട്. ബഡ്സ് 3 പ്രോ നോക്കുവാണെങ്കിൽ അവരുടെ പുതിയ ഐക്കോണിക് ബ്ലേഡ് ഡിസൈനിൽ വരുന്ന LED ലൈറ്റിംഗ് ഫീച്ചറോട് കൂടിയിട്ടുള്ള ഒരു TWS ആണ്. സ്ലീക്ക് ആണ്. കംഫർട്ട് വൈസ് നല്ലപോലെ ഒരു 3D ഇയർ കനാൽ വെച്ചിട്ടൊക്കെയാണ് അവർ സിമുലേറ്റ് ചെയ്തിട്ട് കംഫർട്ട് ആൻഡ് ഫിറ്റ് റെഡിയാക്കിയിരിക്കുന്നത്. ഹൈഫൈ ഓഡിയോയുടെ ഓപ്ഷൻ ഉണ്ട്, 24 ബിറ്റ് ഇതിൻ്റെ സപ്പോർട്ട് ഉണ്ട്, 2-way സ്പീക്കറാണ്, ഡ്യുവൽ ആമ്പൊക്കെ ഉണ്ട്. ഇനി ചെവി എപ്പോഴും അഡ്ജസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, പെർഫെക്റ്റ് ആയിട്ടുള്ള ഫിറ്റും കിട്ടും. ആൻഡ് ഇൻ്റലിജൻ്റ്ലി നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള സൗണ്ട് അത് EQയും ANCയും ട്യൂൺ ചെയ്ത് ചെയ്യുന്നതായിരിക്കും റിയൽ ടൈമിൽ. ഹൈ ക്വാളിറ്റി സറൗണ്ട് സൗണ്ട് കിട്ടുമെന്ന് മാത്രമല്ല നിങ്ങൾക്ക് ഗാലക്സി AI പരിപാടികളൊക്കെ ഉണ്ട്. അത് വെച്ചിട്ട് നിങ്ങൾക്ക് എൻവിറോൺമെൻറ്റിലുള്ള പല നോയ്സും ക്യാൻസൽ ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. എന്നാൽ വല്ല സൈറനും കാര്യങ്ങളൊക്കെ കേൾക്കുവാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് അതൊക്കെ കേൾപ്പിക്കാനുള്ള ഓപ്ഷൻസും ഇതിനകത്തുണ്ട്. പുതിയ ഫ്ലാഗ്ഷിപ്പ് ലെവലിലുള്ള ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും ഉള്ള ബഡ്ജറ്റ് പ്രൈസ് പോയിന്റിൽ ഇറക്കിയിരിക്കുന്ന സാംസങ് ഗാലക്സി ബഡ് സ്കോർ ഇതിനും ഓഫറുണ്ട്. ഗാലക്സി ബഡ് സ്കോർ പഴയ ബഡ്സിൻ്റെ ആ ഒരു സെയിം ഷേപ്പ്, എന്നാൽ കുറച്ചുകൂടി ഇറക്കണമെങ്കിലായിട്ട് അവർ വിങ് ടിപ്സ് ഒക്കെ വെച്ചിട്ട് സ്വെറ്റ് റെസിസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ചുകൂടി ബെറ്റർ ബാറ്ററി ബാക്കപ്പ് തരുന്ന നല്ല ANC ഉള്ള ലൈവായിട്ട് നിങ്ങൾക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇൻ്റർപ്രറ്റർ ഫീച്ചറുള്ള ഓട്ടോമാറ്റിക്കായിട്ട് ഡിവൈസ് ഒക്കെ സ്വിച്ച് ചെയ്യുന്ന ഫൈൻഡ് മൈ ബഡ്സ് ഒക്കെ ഉൾപ്പെടുന്ന ഒരു TWS ആണ്. സോ ഈ വീഡിയോ പറഞ്ഞിരിക്കുന്ന എല്ലാ ഓഫേഴ്സിൻ്റെയും പ്രൊഡക്ട്സിൻ്റെയും എല്ലാ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഈവൻ പ്രൊഡക്റ്റ് സെക്ഷനിലും ഞാൻ നിങ്ങൾക്ക് കൊടുത്തേക്കാം, ചെക്ക് ചെയ്ത് നോക്കുക. സോ ഇത്തവണ ഫെസ്റ്റീവ് സീസണിൽ ഡെഫിനറ്റ്ലി ഏറ്റവും നല്ല ഡിസ്കൗണ്ടുകൾ അഥവാ ഏറ്റവും നല്ല വാല്യൂ ഫോർ മണി, ഇത്രയും നാളും പ്രൈസ് ഡ്രോപ്പ് ചെയ്യാൻ കാത്തിരുന്ന പല സാംസങ് ഡിവൈസുകൾക്കും അടിപൊളിയായിട്ടുള്ള ഓഫേഴ്സാണ് വന്നിരിക്കുന്നത്. ഡെഫിനറ്റ്ലി ചെക്ക് ചെയ്ത് നോക്കുക. കാരണം ഈ ഒരു ടൈമിൽ നിങ്ങളിത് വാങ്ങിച്ചു കഴിഞ്ഞാലായിരിക്കും ഇതിന് മുന്നേ വാങ്ങിച്ചവരെക്കാളും കൂടുതൽ വാല്യൂ ഫോർ മണി ആയിട്ട് നിങ്ങൾക്ക് ഈ പ്രൊഡക്ട്സ് എല്ലാം കിട്ടുന്നത്. അപ്പോൾ അത്രയുള്ളൊരു വീഡിയോ. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അണ്ടിൽ നെക്സ്റ്റ് ടൈം, ബൈ.